എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് മാത്രം. ഇന്ന് നമ്മുടെ വൈശുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞങ്ങളല്ല, ഞാനും ഏട്ടൻ പാല് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പം വാവയും വൈശു ഉറങ്ങുകയാണ്. ഇനി അവരെ ഉണർത്തണം കേട്ടോ. അവർ ഉണർത്തുന്നത് ഭയങ്കര പാടാണെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായിട്ടല്ലേ എഴുന്നേൽക്കുന്നത്. സ്കൂളിലൊന്നും പോകണ്ട, വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പം ഇതിപ്പോൾ കുറച്ച് നേരത്തെയാണ്, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. ഏട്ടൻ എന്നെ വിളിച്ചിട്ടാണ് പോയത്. ഏട്ടൻ ശരിക്കും വിചാരിച്ച നടത്തില്ല ഞാൻ എഴുന്നേൽക്കുമെന്ന് കേട്ടോ. എപ്പോഴും ഇതുപോലെയാണ്, എന്നും രാവിലെ വിളിക്കും. പക്ഷേ ഏട്ടൻ പോയിട്ട് വരുമ്പോഴാണ് ഞാൻ മിക്കവാറും എഴുന്നേൽക്കുന്നത്. അപ്പം ഇനി ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. അത് നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. ഇന്ന് ഇഡ്ഡലിയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈശുവിന് ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കാൻ പറ്റുമോ അറിയത്തില്ല. ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഏട്ടൻ പോയപ്പോൾ ഇത് കഥയൊക്കെ പൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് പൂട്ടിയിട്ടിട്ടു. ഇനിയിപ്പം ഞാൻ തുറക്കുന്നില്ല. നമുക്ക് താക്കോലുണ്ട്, എന്നാലും ഞാൻ തുറക്കുന്നില്ല. ഏട്ടൻ വന്നിട്ട് തുറക്കട്ടെ, ഞാൻ ഉണർന്നില്ല എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ വരുമ്പോൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും വരുന്നത്, ഉണർന്നില്ലേ ഇതുവരെ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ എഴുന്നേറ്റെന്ന് അറിയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കഥ തുറക്കുന്നില്ല. ഭാവിയും വൈശു ഭയങ്കര ഉറക്കമാട്ടോ. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് മഴയാണ്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പം ഭയങ്കര തണുപ്പാണ്. എന്നാലും നമ്മൾ ഫാനിട്ടിട്ട് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല, കൊതുക് കടിക്കും. അപ്പം അതുകൊണ്ട് രണ്ടുപേരും പുതച്ച്, സാധാരണ ഇവർ പുതയ്ക്കാറേ ഇല്ല കേട്ടോ. പക്ഷെ ഇന്ന് അവർ നല്ലതായിട്ട് പുതച്ച് മൂടിക്കിടന്നുറങ്ങുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഐശുവിൻ്റെ തല എവിടാന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ എവിടെയോ ഐശുവിൻ്റെ തലയുണ്ട്, എവിടാന്നറിയത്തില്ല. അപ്പോൾ വൈശു എങ്ങനെയോ കിടന്നുറങ്ങുകയാണ്. എനിക്കെന്നെ അറിയത്തില്ല. പുതപ്പ് മാറ്റിയ ചിലപ്പോൾ ഉണർന്നാൽ എന്തുവാകുന്നറിയത്. ചില സമയത്ത് മൂശാട്ടയൊന്നും ഇല്ലാണ്ട് എഴുന്നേറ്റ് വരും. ചിലപ്പം ഭയങ്കര കരച്ചിലായിരിക്കും, അറിയാൻ പറ്റത്തില്ല. നമ്മുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത്. എന്നുവെച്ചാൽ ഉറക്കം തീരാതെ എഴുന്നേറ്റ് വരുവാണെങ്കിൽ ചിലപ്പോൾ കരയും, ഇല്ലെങ്കിൽ നല്ല കൂളായിട്ട് എഴുന്നേറ്റ് വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി ഏട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളമായിരിക്കും. പാല് മേടിക്കാനൊക്കെ പോകുമല്ലോ, അപ്പം അങ്ങനെ ബഹളമായിരിക്കും. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത കേട്ടോ. വൈശുവിൻ്റെ തലയിടാന്ന് ഞാൻ കണ്ടുപിടിച്ചില്ല. തൊട്ടാൽ ചിലപ്പോൾ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉണർത്തുന്നില്ല. ഞാനിപ്പോൾ അടുക്കളയിൽ പോവുകയാണ്. നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ ഞാൻ സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മുടെ മാവ് ഇത് അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് എന്തായി നോക്കാം. മിക്കവാറും എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെ അരച്ച് വെക്കുന്ന മാവൊന്നും എനിക്ക് ശരിയായിട്ട് കിട്ടാറില്ല. ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇന്നലെ നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് അരച്ചത് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അരച്ചത്. 11:30ഒക്കെ ആയി അരച്ചപ്പോൾ. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കാം. അപ്പോൾ നമ്മളിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചിക്കൻ കിട്ടുവാണെങ്കിൽ ചില്ലി ചിക്കൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ക്യാപ്സിക്കം, സവാള, പിന്നെ തക്കാളിയൊക്കെ. അല്ല, തക്കാളി വേണ്ട, തക്കാളി ഇടത്തില്ല.
ഞാനിടത്തില്ല കേട്ടോ, ഇടുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തക്കാളി ഇടാറില്ല, തക്കാളി ഇടാതാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ഇതിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. സാധാരണ വീഡിയോ കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ഈ കാര്യങ്ങൾ സോസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ കുറച്ച് സമയമാവുന്നത്. ബാക്കിയൊന്നും പാടില്ല. നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്ന പോലെ കുറേ നേരം ഇളക്കി കുറേ നേരം വേവിച്ച് അത്രയും പാടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. വേഗുന്നതൊക്കെ പെട്ടെന്ന് കിട്ടും. സോസൊക്കെ 2-3 പ്രാവശ്യം നമ്മൾ തയ്യാറാക്കണം. അപ്പം അത് ഒരു പാടാണ്. ഇങ്ങനെ എടുക്കി എപ്പോഴും എടുക്കുന്നത് പാടാണ് കേട്ടോ. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പം നമുക്കിന്ന് ഉണ്ടാക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പറ്റുവാണെങ്കിൽ ഞാനൊന്നും കൂടി കാണിക്കാം. അത് എടുത്തിട്ട് അത് തന്നെ സെയിം അത് തന്നെയാണ്. ഞാൻ മിക്കവാറും ആ വീഡിയോ തന്നെ നോക്കിയിട്ടാണ് ഇവിടെ പിന്നെ ഉണ്ടാക്കുന്നത്. ഞാൻ ചെയ്തിട്ട വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലാണ്ട് യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ അവർ പിന്നെയും കുറേ സാധനങ്ങളൊക്കെ വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഓരോ അളവ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരളവിന് അങ്ങനെ ഇന്ന അളവൊന്നുമില്ല, മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സോസും ആവശ്യത്തിന് വേണ്ടുന്ന പൊടികളും ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ വീഡിയോ തന്നെയാണ് പിന്നെ റെഫർ ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ എളുപ്പമുണ്ട്. എൻ്റെ വീഡിയോ തന്നെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ, വേറെ സെർച്ച് ചെയ്ത് പോകണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അതൊരു സാറ്റിസ്ഫൈങ് കാണത്തില്ല. പിന്നെ നമ്മൾ പിന്നെ വേറെ ചാനലുകൾ ഇങ്ങനെ കയറി നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, നമുക്കറിയുകയും ചെയ്യാം ഇന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് പെട്ടെന്നൊരു പിടുത്തവും കിട്ടും. അപ്പം ഇന്ന് നമുക്ക് അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റുകളാരും ഇല്ല കേട്ടോ, നമുക്കങ്ങനെ വേറെ ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ അമ്മമാരൊക്കെ വരും, അച്ഛൻ വരുമോയെന്നറിയില്ല. അച്ഛന് ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരത്തില്ല. പിന്നെ മഴയുണ്ട്, ചിലപ്പോൾ വരുമായിരിക്കും. നമുക്ക് വരുമില്ലയോ എന്ന് നോക്കാം. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. പിന്നെ അച്ഛനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ് ഈ പ്രശ്നം. അമ്മമാരൊക്കെ വരുമായിരിക്കും. പിന്നെ ഇഡ്ഡലി മാവ് ഇന്ന് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഇന്നും ഇത്രയൊന്നും കാണത്തില്ല, ഇതിൻ്റെ പകുതിയേ കാണും. ഞങ്ങൾക്ക് 2 പേർക്ക് പോരെ, പിന്നെ പിള്ളേർക്ക് 2 വീതമല്ലേ കഴിക്കൂ. ഞാനങ്ങനെ അധികം കഴിക്കില്ല, ഞാൻ 2 അല്ലെങ്കിൽ 3 അത്രയാണ് എൻ്റെ അളവ്. പിന്നെ നമുക്ക് ചട്ടിനോട്ടാക്കി വയ്ക്കാം. നമുക്ക് ഇഡ്ഡലിയുടെ തട്ടിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളകി വരും, പെട്ടെന്ന് ഇളകി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വരാൻ ലേറ്റ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ. ഉണ്ടാക്കി നോക്കാം, ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കാം. അപ്പം പിന്നെ കുളമാവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാനിങ്ങനെ നിറച്ചൊഴിക്കും കേട്ടോ. ചില ആളുകൾ 3/4 ഭാഗമൊക്കെ ഒഴിക്കുന്നതാണ്, ഞാൻ നിറച്ചൊഴിച്ച് വെക്കും. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി, പെട്ടെന്ന് ഇനി നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. നമുക്ക് കടല വേവിക്കാൻ വെക്കാം. നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും വെള്ളം ഞാൻ സാധാരണ ഒഴിക്കാറുണ്ട് കേട്ടോ, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ഇടുമല്ലോ, അപ്പം ഞാൻ ഉള്ളി വാട്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അല്ലെ മഞ്ഞൾപ്പൊടി എന്തെങ്കിലും. മഞ്ഞൾപ്പൊടി ഇപ്പം മിക്കവാറും ആവശ്യം വരില്ല. ഉപ്പ്
ചേർക്കേണ്ടി വരും കേട്ടോ. ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ കേട്ടോ. അപ്പം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ഇത് വെന്ത് കിട്ടിയിട്ട് വേണം നമുക്ക് അരി അടപ്പയിലിടാൻ. അപ്പം അരി നമുക്ക് മറ്റേ റൈസ് കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ നിന്ന് വെന്തോളുമല്ലോ. അപ്പം ആദ്യത്തെ ഒരു പരിപാടിയേ ഉള്ളൂ, പിന്നെ നമ്മൾ ഫ്രീ ആണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ചോറ് വെച്ചിട്ട് പോകും. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമ്മൾ ചോറാണ് കേട്ടോ, നമ്മുടെ സാധാ ചോറും ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടാന്ന് കിടന്ന് തപ്പേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ എടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഏട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ തന്നെ വെച്ചത്, നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് പപ്പടം, പിന്നെ ഇത് തൈര്, ഇത് അച്ചാറാണ് കേട്ടോ. ഇത് വേണ്ട ഇഞ്ചി അച്ചാർ, ഏട്ടൻ എന്തോ ഇഷ്ടം തോന്നി മേടിച്ചിട്ട് തന്നെയാണ് ഇഞ്ചി അച്ചാർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇന്നലെ രാത്രി തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ തിന്ന് നോക്കിയില്ല. കൊള്ളാം, പക്ഷെ മണം കേട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നല്ല മണമായിരുന്നു. പിന്നെ വേണ്ടി ഇത് നമ്മുടെ ലൈം പിക്കിള്, ഇത് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മളെവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതോണക്കുള്ള അച്ചാറൊക്കെ അല്ലേ തരുന്നത്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇത് പൊട്ടിച്ചില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ സോസ് പിന്നെ നമുക്ക് നേരത്തെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ വീണ്ടും മേടിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കുമല്ലോ മിക്കവാറും, അപ്പോൾ അതുകൊണ്ട് വലിയ കുപ്പി നോക്കി മേടിച്ചുകൊണ്ട് വന്നതാണ്. ചെറുതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവളുമാർ ഇന്നലെ കൊണ്ടുവന്നതാണ്. അന്നേരം തന്നെ അത് കുറേയൊക്കെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിച്ചു. ഇന്നലെ ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ കുറേ പുരട്ടി കഴിച്ചു കേട്ടോ. രണ്ടുപേരും കഴിച്ചു. അപ്പോൾ അതിപ്പോൾ പകുതി ആയിട്ടുണ്ട്, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇത് വാങ്ങിയതാണ്. പിന്നെ മറ്റേ നമ്മൾ കറി വെക്കാൻ ഇത് ആവശ്യമാണല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടി വാങ്ങി ടൊമാറ്റോ സോസ്. പിന്നെ വാങ്ങിയത് ഇതാണ് കേട്ടോ, കിസാൻ്റെ ചില്ലി ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് ചില്ലി സോസ്. ചില്ലിയും ടൊമാറ്റോയും കൂടെ രണ്ടും കൂടെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇത് മാത്രം ഉണ്ടെങ്കിലും നമ്മുടെ കാര്യം സാധിക്കും. പിന്നെ ഡാർക്ക് സോസ് എന്ന് പറയുന്നത് സോയാ സോസാണ് കേട്ടോ എന്നാണ് അവർ പറഞ്ഞത്, നമുക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഡാർക്ക് സോസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്, സോയാ സോസ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇതാണത്. ഇത് കുറച്ചുകൂടി ഇരിപ്പുണ്ട് കേട്ടോ, ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി ഇനി ഇരിപ്പുണ്ട് ഇവിടെ. എന്നാലും ഏട്ടൻ വാങ്ങിയതാണ് പുതിയത്, മറ്റേതിനെ ഇരുന്ന് കേടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് ഏട്ടൻ വന്നെന്ന് തോന്നുന്നു. നമുക്കപ്പം കടലക്കറിക്കുള്ള ഉള്ളി റെഡിയാക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉള്ളി ഇടുന്നുള്ളൂ. ഏട്ടൻ എപ്പോഴും എന്നെ കളിയാക്കും, കടലക്കറി വെക്കുമ്പോൾ ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉള്ളി തോനെ ഇടും. അപ്പോൾ നമ്മൾ ഇത്ര ഉള്ളി ഇടുന്നുള്ളൂ കേട്ടോ. ഉള്ളി വാട്ടിയിട്ട് നമ്മുടെ പൊടിയൊക്കെ ഇട്ടിട്ട് കടല ഇടാം, അതാകുമ്പോൾ കുറച്ച് കറിയായിട്ട് കിട്ടും. നമ്മുടെ ഇഡ്ഡലി വെന്തോ നമുക്ക് കുത്തി നോക്കാം. എന്ന് തോന്നുന്നു, വെന്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. മതിയായിരിക്കുമല്ലേ, ഓഫ് ചെയ്തിട്ടാ. അവിടെ ഒരാളെ ഉണർത്തുന്നു. ഹാപ്പി ബർത്ത്ഡേ വാവേ. കണ്ണ് കാണാൻ വയ്യ. ഐഷു ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞങ്ങളുടെ കൊച്ചിൻ്റെ മുഖം ഒന്ന് കാണിക്കട്ടെ, ബർത്ത്ഡേ കൊച്ചിൻ്റെ. ഞങ്ങളുടെ ബർത്ത്ഡേ കൊച്ചിൻ്റെ മുഖം ഒന്ന് കാണിക്കട്ടെ. ബർത്ത്ഡേ കൊച്ചിന് കണ്ണു തുറക്കാൻ വയ്യ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുളിക്കാം. വരുന്നോ? ഞങ്ങള് പോവാതെ അമ്മൂമ്മയുടെ അങ്ങ് പോവാതെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കണ്ണോ? കണ്ണടിച്ചു പോയോ? കണ്ണ് കാണാൻ വയ്യായോ?
ഞങ്ങള് പോവാന്നേ. ടാറ്റാ. ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഒരു ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. പറ വാവേ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നിന്നെ പേടിച്ച ഇത് മടക്കി അവിടെ കൊണ്ടിടുന്നത്. അവിടെയും പോയി പെടുന്നു നീല്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെയും പോയി കിടന്നോ? ഞങ്ങള് പോവാ. ഞാനും വരുന്നത്. ബ്രഷ് എടുത്തു കൊടുത്താനായിരിക്കും. ബർത്ത്ഡേ കുട്ടി രാവിലെ പല്ല് തേക്കാൻ പോവാണ്. പിടിക്കാതെ പല്ല് തേക്കടോ. പേടിയാവുന്നു എന്തോത്തിന്. ബ്രഷ് തരട്ടെ പല്ല് തേക്കാൻ? എന്ത് അച്ചായുടെ പേസ്റ്റോ? അച്ചായുടെ പേസ്റ്റ് മോളൊക്കെ ഇടാവോ? വൈശയ്ക്ക് പേസ്റ്റ് വേണമെന്നാണ് കേട്ടോ പറയുന്നത്. നമുക്ക് പേസ്റ്റ് കൊടുക്കാം. എന്നാ ശകലം. തേക്ക്. വൃത്തിയായിട്ട് തേക്കണം പല്ല് കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാനിന്ന് കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, കടല തിന്നുമല്ലോ. പിള്ളേരുടെ കാര്യമുള്ളൂ. ഞങ്ങൾ പിന്നെ ഇച്ചിരി എരി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് നമ്മൾ പോയി റെഡിയാവാൻ പോകണം കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇനി കാണാം. കൊടിയുടെ ബർത്ത്ഡേ വേണോ? എന്തോ ഇത് ഡ്രസ്സ് അത് വേണമെന്ന് പറഞ്ഞ ഡ്രസ്സ്. ഇന്ത്യയുടെ കൊടി വേണമെന്നല്ല, കളറ് വേണമെന്നാ. മറ്റേ കളറില്ലേ? അല്ല, 3 കളറിലെ കേക്കായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്. അവളാ പറഞ്ഞ. അവൾക്ക് എന്തോ എനിക്കറിയാൻ വയ്യ. എന്തോ എവിടെയെങ്കിലും കണ്ടു കാണും, വല്ല TV-യിലോ വല്ലോ. അതാ നമ്മുടെ ഇടയിൽ റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല. വൈശികേ ഇഡലി തരട്ടെ? ഏത്തക്ക കഴിക്കുമെന്നോ? അയ്യോ, എന്നാ ഏത്തക്ക കഴിച്ചോ. ചായ തരാമേ? ചായ തരാമേ? ചായ പാലോ? ആ തരാം. അപ്പം നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ ലേറ്റായിട്ടാണ് ചായ കുടിക്കുന്നത്. ഇന്നും നമ്മൾ ആദ്യമല്ലേ ചായ ഇടുന്നത്, ഇന്ന് താമസിച്ചു. ബർത്ത്ഡേ ആയതുകൊണ്ടോ? അല്ലാത്തപ്പോഴോ? എല്ലാ ദിവസവും അവരുടെ ബർത്ത്ഡേ ആവും. എന്റെ ബർത്ത്ഡേ ഇപ്പോ എല്ലാ ദിവസവും ബർത്ത്ഡേ വാവയുടെ. ഒത്തിരി നേരം ഉറങ്ങുമ്പോ ബർത്ത്ഡേ ആവും വാവയ്ക്ക്. എന്നിട്ട് എനിക്ക് എന്നാ ഉറങ്ങുമ്പോ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റിങ്ങനെ ഇപ്പൊ വീഡിയോയുടെ കണ്ണ് വെട്ടടിച്ചപ്പോ വെട്ടത്തിന്റെ കണ്ണ് അങ്ങനെ തുറക്കാതായിപ്പോ. ഓക്കെ, നമ്മുടെ അരി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഇത് വെന്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് ഇവരെല്ലാവരും കൂടി കഴിച്ചു തീർത്തു കേട്ടോ. 3 പേരും കഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ ഇതിനി വെന്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ.
അപ്പം ഞങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. വൈശോട്ടൊക്കെ ഞാൻ ഈ കമ്മലിട്ടതിന് വൈശു ഒരു കമ്മലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ വന്നിട്ട് ഇങ്ങനെ വന്നേ വാവേ, കമ്മല് കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ വന്നേ, ഇവിടെ നിൽക്കേ. മുട്ടൻ്റെ ഒരു കമ്മല്. തുണി എടുത്തിട്ടുണ്ട്. ചെല്ല്. നമ്മളപ്പോൾ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. അവള് ചുമ്മാതെ പറഞ്ഞയാ, പറ്റിക്കാൻ പറഞ്ഞയാന്നൊന്ന് കേട്ടോ അമ്മേ. ഞാൻ പറ്റിക്കാൻ പറഞ്ഞയാന്ന്, അപ്പം വരണ്ടെന്ന്. അമ്മ വന്നോ എന്ന് ചോദിച്ചിപ്പം കുറേ വട്ടം ചോദിച്ചു. ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. വേവു അമ്മ വന്നോ. അമ്മ വൈശുവിന്റെ കമ്മലും നോക്കിയമ്മ. ഞാൻ ഈ കമ്മലിട്ട് അതിന് അയാൾക്ക് ഉടനെ കമ്മൽ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഇവിടെ ഒരാളുണ്ട്, നിപ്പുണ്ട്. എന്റെ വള എടുത്ത് കൈ ഇട്ടേക്കുന്നുണ്ട്. അവിടെ കൈ വളയില്ലെന്നാ ഇനി. അപ്പൂപ്പന്റെ കൈ പോയല്ലോ. അമ്മ എടുക്കാതിരിക്കാനായിരിക്കും കേട്ടോ പിടിച്ചേക്കുന്നത്. അമ്മയുടെ ചെല്ലുന്നില്ല, അച്ഛൻ്റെ കയറിയിരിക്കുന്നുണ്ട്. ഇവന്റെ വാള വേണ്ട പോ. ആ അമ്മയുടെ പിണക്കമായിരിക്കും അതാ. എല്ലാം കൊണ്ട് ഞാനങ്ങ് പോകുന്നു. പിന്നെ പാപ്പ ആർക്കും കൊടുക്കണ്ട. ഞാൻ പോവുക. അമ്മൂ പോവും, അമ്മൂ പോവും. പോണ്ടെന്ന് പറ, ചെല്ലാന്ന് പറ. പോവുക, പാപ്പ എല്ലാം കൊണ്ടുപോവുക. പോട്ടെ പോട്ടെ, പാപ്പ എല്ലായിടത്തുണ്ട്. ചെല്ല്. എന്നാ ചെല്ല്. വരുവോ ഇല്ലയോ? എനിക്ക് പോണം. എന്താടാ അതെങ്ങനെ? ചേച്ചിമോളെ എടുത്തോണ്ടോ? അയ്യോ, പാപ്പം വേണോ? പാപ്പം തരണമെങ്കിൽ എന്റെ കൈ വരുന്നുണ്ട്. പാപ്പം കുഞ്ഞിന് വേണ്ടി പെരുമക്കും താനേ കേട്ടോ. മോക്ക് മേടിച്ച് പാപ്പമല്ല കേട്ടോ.
ചേച്ചിമാർക്ക് മോക്കും കൂടാനേ മോക്ക് മേടിച്ചില്ല കേട്ടോ. ചേച്ചിമാർക്കും കൂടെ കൊടുക്കണം കേട്ടോ. കൊണ്ടുവന്നപ്പോഴേ പൊട്ടിച്ചങ്ങ് തിന്നുമല്ലേ തനിയെ. ഇത് ബിസ്ക്കറ്റ് അത് പിടിച്ചേ. നമ്മൾ ഇന്നാളെ ഒരു പ്രാവശ്യം മേടിച്ചായിരുന്നല്ലോ. അല്ല, ഒരു പ്രാവശ്യം ഇവിടെ എപ്പോഴോ കൊണ്ടുവന്നു ഈ സാധനം. ഇതെന്തുവാ? പഴുത്ത മാങ്ങ. വീട്ടിലെ മാങ്ങയല്ലേ? ഇറങ്ങുമ്പോ മഴയില്ലായിരുന്നു കേട്ടോ. വേണ്ട ഒത്തിരി ഉണ്ടല്ലോ. ചെല്ലുവാവേ, അത് മേടിക്ക് പോയി. അവിടെ വെക്ക്. വൈശുവിന് പിറന്നാൾ കൂടി കിട്ടി. അപ്പോൾ അവർ ഫുഡ് കഴിക്കാണ്ടാണ് കേട്ടോ വന്നത്. രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയും കടലക്കറിയും കൊടുത്തു. എന്തായാലും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഡാർക്ക് ഫാൻറ്റസി ഇത് പക്ഷെ നമ്മള് സ്ഥിരം മേടിക്കുന്ന സാധനമല്ല അല്ലയോ. ഇതിപ്പോ ഒത്തിരി നാളായി മേടിച്ചു. അങ്ങനെ മേടിക്കുന്നേ ഇല്ല. അമ്മ അത് അമ്മ എപ്പോഴും മേടിക്കുന്നത്, അല്ലാതെ ഇവിടെ മേടിക്കുന്നില്ല. വെള്ളം കുടിക്കാൻ ജൂലിയുടെ മറ്റേതിനും കൂടെ എടുക്കണം. ബാക്കി ഇത്തിരി ആക്കിയുള്ള എല്ലാം കൂടെ ഇട്ടൊന്നു. മഴ പെയ്ത് അവിടെ നിന്നെല്ലാം തെറിച്ച് വീഴുന്നു. ഈ ചളി അതവിടെ കിടക്കുന്നു. ഇവിടെ വെള്ളം കെട്ടിയിരിക്കാടി. വെള്ളം വെളിയിലോട്ട് പോകുന്നില്ല. എല്ലാരും നിന്ന് ജോലി ചെയ്യുന്നു, ഞാൻ മാത്രം ഇവിടെ വെറുതെ ഇരിക്കുന്നു. എനിക്കെന്തെങ്കിലും ജോലിയുണ്ടോ? പയറ് പറക്കണം അല്ലേ? ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതാണ് കേട്ടോ ചില്ലി ചിക്കൻ. പിന്നെ ഇത് ചിക്കൻ കറി. അപ്പോൾ അച്ഛൻ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല അച്ഛൻ വരുമല്ലോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അച്ഛന് ചില്ലി ചിക്കൻ അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ, നമ്മൾ ചില്ലി ചിക്കന് എടുക്കുമല്ലോ, മാംസം എല്ലാം എടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിയും കുറച്ച് കഷ്ണങ്ങളും എല്ലാം കൂടി ഇട്ടിട്ട് ചെറിയൊരു കറി പോണൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചീനി, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇനി പരിപ്പും പപ്പടവും. പപ്പടം കാച്ചണം, പരിപ്പിന് കടുക് വറക്കണം കേട്ടോ. ബാക്കിയല്ല ഇത്ര ഉണ്ടാക്കുന്നുള്ളൂ, വേറൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, ഫിംഗർ ചിപ്സ്. എൻ്റെ കൈ വെള്ളി ഗൈസ്. കൈ ഇവിടെയാണ് എണ്ണ വീണത്, ഈ 2 വിരലിലും. പക്ഷെ അപ്പം തന്നെ ഞാൻ മരുന്നിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് തേച്ചതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ നല്ല നീറ്റിലുണ്ട് കേട്ടോ, ഭയങ്കര നീറ്റിൽ, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. അതൊരു സ്പെഷ്യൽ സാധനം.
സ്പെഷ്യൽ ഇറച്ചി ആ ചിക്കനാണ് തിന്നു തോന്നി ചോറ് തന്നെ മാവേ അപ്പോൾ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ രണ്ടുപേരായിട്ടിരുന്ന് ആദ്യമേ ഡാൻസ് കളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനിരുന്നു. പിന്നെ ഇവരാദ്യം കഴിച്ചു കേട്ടോ, പിന്നെയാണ് ഞാനൊക്കെ കഴിച്ചത്. അപ്പോൾ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല, കഴിക്കാൻ പറ്റി എന്തായാലും കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മുറിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ.